ഞങ്ങൾ ഇന്ന് അമ്മമ്മയുടെ അവിടെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് അതിഥികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു ഒരു ഗോതമ്പ് പായസം ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ഗോതമ്പ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വേവിച്ച ഗോതമ്പ് ഒരു ഉരുളിക്ക് ഇതേപോലെ ഇട്ടു. എന്നിട്ട് നമ്മളിനി കുറച്ച് ശർക്കരയൊക്കെ ആഡ് ചെയ്യും. ഓക്കെ, മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ഷുഗർ അല്ല ഗോതമ്പ് പായസത്തിൽ ഉപയോഗിക്കുക, നമ്മൾ ശർക്കരയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ശർക്കര അച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. മധുരത്തിനനുസരിച്ച് നമ്മളുടെ ഇഷ്ടത്തിനുള്ള മധുരത്തിനനുസരിച്ചിട്ടാണ് ഇടേണ്ടത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ശർക്കര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി കിട്ടും. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഒരു നിറം തന്നെ നമുക്ക് മാറുന്നത് കാണാം കേട്ടോ. കുറച്ച് ബ്രൗണിഷ് കളറായിരിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, കുറച്ച് കളർ മാറി വരുന്നത് കണ്ടില്ലേ? ഈ പായസം വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ അരിപ്പായസം പാൽപ്പായസമൊക്കെ കുടിക്കില്ല, അതിനെ പോലെ അല്ല ഈ പായസം. ഇത് കുറച്ചും കൂടി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗോതമ്പ് പായസത്തിൻ്റെ ടേസ്റ്റ്. ഗോതമ്പ് പായസത്തിനും ശർക്കരയും കൂട്ടിയുള്ള ഈ പായസത്തിന് ഒരു പ്രത്യേക രുചിയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് 3-ാം പാലാട്ടോ ഒഴിക്കുന്നത്. തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ 3-ാം പാലാണ് ഒഴിക്കുക. പായസം കുറുകി അവസാനം എത്തുമ്പോൾ നമ്മൾ 1-ാം പാൽ ഒഴിക്കുള്ളൂ. ഇങ്ങനെ 2 രീതിയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് എൻ്റെ അമ്മ പറയാറ്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ അമ്മമ്മ പറഞ്ഞ രീതിയിലാണ് അമ്മ ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം 3-ാം പാൽ ഒഴിച്ചു. എന്നിട്ട് പിന്നെയും നമ്മൾ ഇളക്കുകയാണ്. ഇപ്പം തന്നെ പായസത്തിൻ്റെ ടെക്സ്ചറൊക്കെ മാറി വരുന്നത് നമുക്ക് കാണാം. കുറച്ചും കൂടി ഒരു കട്ടിയൊക്കെ വയ്ക്കും പായസത്തിന്. സോ നന്നായിട്ടത് കുറുകണം. ഓക്കെ, നല്ലോണം ഇളക്കി കൊടുക്കണം. അതാണ് ഈ പായസം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത. ചട്ടിയുടെ അടിയിൽ ഇത് പിടിക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ പോവും. ആ ടേസ്റ്റ് കരിഞ്ഞാൽ അതിൽ പിടിക്കും പായസത്തിന്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും വലിയ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ കൂടി കളർന്ന ഒരു മിശ്രിതത്തിൻ്റെ കളർ വരും പായസത്തിന്. ഓക്കെ, ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ഇപ്പം തന്നെ നിങ്ങൾ രുചിച്ച് നോക്കിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. പക്ഷെ ഇപ്പം തന്നെ രുചിച്ച് നോക്കരുത്. നമ്മൾ അത്യാവശ്യം നന്നായി കുറുകി വരുമ്പോഴേ പായസത്തിൻ്റെ കറക്റ്റ് രുചി അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ അമ്മ മധുരത്തിനനുസരിച്ച് പിന്നെയും ശർക്കര ആഡ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടി നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര വെച്ച് പിന്നെ അതിലേക്ക് ഇട്ടു. പായസം കുറുകിയും കൊണ്ടിരിക്കുന്നതാട്ടോ കാണുന്നത്. നല്ല രസമല്ലേ പായസം ഇങ്ങനെ തിളച്ച് മറിയുന്നത് കാണാൻ. എന്താ തരേണ്? ജീരക പൗഡർ. പായസത്തിലേക്ക് തേങ്ങ നമ്മൾ ചെറുതായി മുറിച്ചിട്ട് അത് മൂപ്പിച്ചിട്ട് ഇടുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. തേങ്ങ അരിയുന്നത് മാമയാണ്. ഇതെൻ്റെ അമ്മമ്മ രാമായണം വായിക്കുന്നതാണ് കേട്ടോ. രാമായണ മാസമായതുകൊണ്ട് അമ്മമ്മ എല്ലാ ദിവസവും രാമായണം വായിക്കും. അപ്പോൾ അമ്മമ്മ രാമായണം വായിക്കുന്നതാണ് കാണുന്നത്. കുട്ടികൾ രണ്ടുപേരും അടുത്തിരുന്ന് കേൾക്കുന്നതാണ്. ഇപ്പം ഞാനാണ് കേട്ടോ പായസം ഇളക്കുന്നത്. എനിക്ക് പായസം ഉണ്ടാക്കാനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഇളക്കാനൊക്കെ കൂടും. അപ്പോൾ ഞാൻ ഇളക്കിയും കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് ഇപ്പോൾ ഇളക്കിയും കൊണ്ടിരിക്കുകയാണ് പായസമൊക്കെ.
അപ്പോൾ ഞാൻ എല്ലാം അറിയുന്ന പോലെ ഇങ്ങനെ ചട്ടുകൊക്കെ മറച്ചിട്ടൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണെന്നാണ് അമ്മ പറഞ്ഞത്. അത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. പായസത്തിന് കുറച്ചും കൂടി കുറുകി വരാനും നല്ല കട്ടി വരാനും എന്തോ ഒരു സംഭവം അരച്ചിട്ട് ചേർക്കുന്നതാണ് പായസത്തിലേക്ക്. പക്ഷെ ഇത് എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല കേട്ടോ. അദ്ദേഹം കുറേ ചോദിച്ചിട്ടും പറഞ്ഞു തന്നില്ല. നമുക്ക് കണ്ടുപിടിക്കാം. ഇത് 1-ാം പാലാണ്. 1-ാം പാലാണ് നമ്മൾ ചേർക്കേണ്ടത് അവസാനം. ഓക്കെ, അതിന് മുമ്പ് ഈ ഒരു മിശ്രിതം ചേർത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് എന്തായാലും പായസം സൂപ്പറായിരുന്നു. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തുകൊണ്ട് പായസം നല്ല കുറുകി വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും. അപ്പം നമ്മുടെ തമ്പാൻ പാൽ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ആദ്യത്തെ പാലിനെയാണ് കേട്ടോ പറയുക. അതായത് നമ്മുടെ തേങ്ങ ഒക്കെ പിഴിഞ്ഞ് ഫസ്റ്റ് കിട്ടുന്ന പാലിനെയാണ് തമ്പാൽ അങ്ങനെ എന്തോ ആണ് അമ്മമ്മ പറഞ്ഞ്. ഓക്കെ, അത് പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിക്കുകയും ചെയ്തു. അമ്പാനോ തമ്പാനോ എന്നൊക്കെ പറഞ്ഞ് കുറേ ചിരിക്കുകയൊക്കെ ചെയ്തു. സോ ആ പാൽ നമ്മൾ ഏറ്റവും അവസാനമാണ് ഇടുന്നത്. ഓക്കെ, അത് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പായസത്തിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുക. അതൊന്നും കൂടി കുറുക്കണം ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് നമ്മളൊന്നും കൂടി ഇളക്കണം. ഓക്കെ, നന്നായി ഇളക്കുക. അതിന് ശേഷം നമ്മൾ ഇത്തിരി ജീരകപ്പൊടി ഇടുന്നുണ്ട്. ജീരകം പൊടിച്ചത് ഈ പായസത്തിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്കിത് പായസം കുടിക്കുമ്പോൾ വേറെ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജീരകം എപ്പോഴും നല്ലതാണ്. ഗ്യാസ് റിലേറ്റഡ് ഇഷ്യൂസിനാണെങ്കിലും എന്തിനാണെങ്കിലും ജീരകം നല്ലതാണ്. അപ്പോൾ പായസത്തിൽ നമ്മൾ കുറച്ച് ജീരകപ്പൊടി ആഡ് ചെയ്യും. എന്നിട്ട് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം ഇളക്കുമ്പോൾ നമുക്കിങ്ങനെ കണ്ടോ, ഇളകുമ്പോൾ കുറച്ചും കൂടി ചൂടൊക്കെ തട്ടി പായസം കുറുകി വരുന്നത് കാണാം കേട്ടോ. നമ്മൾ തേങ്ങ മൂപ്പിക്കണം. തേങ്ങ മൂപ്പിച്ചതിന് ശേഷം നെയ്യിലിട്ടിട്ടാട്ടോ മൂപ്പിക്കുന്നത്. തേങ്ങ മൂപ്പിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നെയ്യിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ പായസത്തിലേക്ക് ആഡ് ചെയ്യണം. നല്ലവണ്ണം കുറുകിയ പായസത്തിലേക്ക് ഈ തേങ്ങ മൂപ്പിച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആഡ് ചെയ്യണം അവസാനം. അപ്പോഴാണ് നമ്മുടെ പായസം സൂപ്പർ ടേസ്റ്റി ആവുക കേട്ടോ. ആ നെയ്യിൽ നല്ല വറുത്ത തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പായസത്തിന് വേറൊരു ടെക്സ്ചർ തന്നെ അങ്ങോട്ട് വരുന്നത് കാണാം. എന്നിട്ട് നന്നായിട്ട് അവസാനം ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് നമ്മുടെ പായസം റെഡി. സോ ഇതാണ് നമ്മുടെ ഗോതമ്പ് പായസം. നല്ല രുചിയുള്ള ഗോതമ്പ് പായസം. ഇതാണ് അടദോശ. അടദോശ എന്ന് പറയും, പിന്നെ ഇതിന് ശരിക്കും അടദോശ എന്ന് പറയും. അപ്പം നമ്മളിട്ട പേരെന്താണ്? കറുമുറുദോശ. കറുമുറുദോശയിൽ എന്താ വെച്ചാൽ ഒരു ഗ്ലാസ് ഇപ്പം നമുക്ക് ഒരു ഗ്ലാസ് ഇപ്പോൾ 4 ആൾക്കൊക്കെ കഴിക്കാനുണ്ടാവും 2 നേരം. ഒരു ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് പരിപ്പ്, 1/2 ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക രാത്രി. എന്നിട്ട് രാവിലെ അത് നല്ല അങ്ങനെ അരയരുത്, ഒരു 3/4 ഭാഗം അരയണം പരിപ്പ് ഉഴുന്നൊക്കെ. എന്നിട്ട് രാവിലെ അതിൽ എന്ത് ചെയ്യണമെന്നറിയോ? രാവിലെ അരച്ചിട്ട് ശേഷം അതിൽ കുറച്ച് ചുവന്ന മുളക് നല്ല കഴുകിയിട്ട് ഒരു 4 ചുവന്ന മുളക്, ഒരു 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, വലിയ ഉള്ളി എല്ലാം ഒന്ന് ചതച്ചിട്ട് ഇങ്ങനെ നല്ല ചതച്ച് കഴിഞ്ഞിട്ട് ഇതിൽ കുരുമുളകും ഒന്ന് ചതക്കിയെല്ലാം
കറിവേപ്പില നന്നായി ചെറിയ കഷ്ണങ്ങളാക്കുക. അതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് ഇതിൽ ചേർക്കുക. പാകം ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇതിലെ മുകളിൽ ലേശം വെളിച്ചെണ്ണ അങ്ങനെ തൂവി കൊടുക്കുക. നല്ല മൊരിഞ്ഞതിന് ശേഷം മറിച്ചിടുക. ഇത് നല്ല 2 ഭാഗവും നല്ല മൊരിച്ച് എടുക്കുക. ഇതപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴേക്ക് മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം ഇതിലിപ്പോൾ ചമ്മന്തി ഒന്നും വേണ്ട കേട്ടോ, കാരണം ഇത് ചൂടോടുകൂടി നല്ല ചൂടുള്ള ചായയും കൂട്ടിയിട്ട് എത്ര ആണെങ്കിലും കഴിക്കാം. ഉള്ളി നന്നായി ഉപ്പ് ചേർത്തിട്ട് 4 വലിയ ഉള്ളി നന്നായി അരയ്ക്കുക മിക്സിയിൽ. എളുപ്പ ചമ്മന്തി, സൂപ്പർ ചമ്മന്തി. അത് കഴിച്ച് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ നന്നായി മുളക് പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കും. ഒന്നിങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ള ഉള്ളി അരച്ചത്, അപ്പം പിന്നെ ഉപ്പ് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ ഉള്ളി അരച്ചത് ഇതിലേക്ക്